വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങളിൽ നിന്നാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്ത് നിന്നതുമില്ല. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം വളരെ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന വിലപ്പെട്ട ചിന്തകളാണ് അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് നമുക്ക് നൽകി തരുന്നത്. ഇതിൽ പ്രധാനമായും 6 ഭാഗങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എതിർക്കരുത്. 2, ക്ഷമയോടെ കാത്തിരിക്കുക അല്ലെങ്കിൽ ദീർഘക്ഷമ. 3-മതായി കാണുന്നു നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കുക. 4-മത് പിറുപിറുക്കരുത്. 5-മത് ആണയിടരുത്. 6-മത് പ്രാർത്ഥിക്കുക. ഈ 6 വിഷയങ്ങൾ യാക്കോബ് തൻ്റെ 5-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ആയിരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവർ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ടതുമായ വിലപ്പെട്ട ചില ചിന്തകളാണ് പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനിൽ കൂടെ പുതിയ നിയമസഭയ്ക്കായിട്ട് നൽകി തന്നിരിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ ഞെരുക്കം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്നും യാക്കോബ് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നാം ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന സമയത്ത് പലപ്പോഴും ശത്രുവിൻ്റെതായിരിക്കുന്ന വശീകരണ വാക്കുകൾ, പ്രവൃത്തികൾ നമ്മെ വേട്ടയാടുവാൻ ഇടയായിത്തീരും. അപ്പം വശീകരിക്കുന്ന പ്രവണതകൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നാം ഏറ്റവും അധികം അനുഭവിക്കുന്നത് നമ്മൾ ഞെരുക്കം അനുഭവിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് നമ്മെ വല്ലാതെ മുതലെടുക്കുവാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ജീവിതത്തെ ശത്രു മുതലെടുക്കുന്നതിന് കാരണമായി തീരും. ഈ 2 അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി അടിച്ചമർത്തപ്പെടുകയാണ്. എന്താണ് അടിച്ചമർത്തപ്പെടുക? അവനിലുള്ള കഴിവിനെ, അവനിലുള്ള ശക്തിയെ, അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുന്നതായ ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി മാറ്റപ്പെടുന്നു. ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്നതായ സമയം നാം ബലഹീനരായി പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശത്രു പ്രലോഭിപ്പിക്കും. പല കാര്യങ്ങൾ ചെയ്യുന്നതിന്, പ്രവർത്തിക്കുന്നതിന് നമ്മെ പ്രലോഭിപ്പിക്കും. പ്രത്യേകം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് നാം വളരെ ഞെരുക്കത്തോടെ, ഹൃദയത്തിൽ വളരെ ഞെരുക്കത്തോടെ ഇരിക്കുന്ന സമയം, ആത്മീയതയിൽ വളരെ ഞെരുക്കത്തോടെ ഇരിക്കുന്ന സമയം ശത്രു നമ്മളെ പ്രലോഭിപ്പിക്കും. ദൈവത്തെ കുറ്റം പറയുക, ദൈവം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെതിരെ മറുത്ത് സംസാരിക്കുക. ഈ നിലകളിൽ ആത്മീക ജീവിതത്തിലും നമ്മെ ശത്രു വല്ലാതെ വേട്ടയാടുവാൻ ഇടയായിത്തീരും. എന്നാൽ ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുക. ക്രിസ്തു നമുക്ക് മാതൃകാ പുരുഷനായി, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യേശു കർത്താവ് നമുക്കായിട്ട് നൽകി തന്നിട്ടുണ്ട്. ഇതാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്ത്യാനികൾ അടിച്ചമർത്തപ്പെടുമ്പോൾ അവരെ ഭരിക്കേണ്ട തത്വങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ ഭാഗത്ത് യാക്കോബ് നമുക്കായിട്ട് നൽകി തരുന്നത്. നമുക്കറിയാം, പുതിയ നിയമസഭ, യെരുശലേമിലെ പ്രാരംഭ സഭ കടന്നുപോയതായിരിക്കുന്ന പല പീഡാനുഭവങ്ങളെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് നിലകളിൽ അവർ പീഡനം അനുഭവിച്ചുവെന്നും മാനസികമായും ശാരീരികമായും ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ് യെരുശലേമിലെ സഭ മുൻപോട്ട് കടന്നുപോയത്. ആ തരത്തിൽ യാക്കോബ് പരിശുദ്ധാത്മാവിനാൽ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് ഈ യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. ഒരു വലിയ കൺഫ്യൂഷൻ ജനത്തിൻ്റെ ഇടയിൽ നിന്നപ്പോൾ, ന്യായപ്രമാണ കാലഘട്ടത്തിൽ നിന്ന് ക്രിസ്തുയേശുവിന്റെ പ്രമാണത്തിലേക്ക് വേർതിരിക്കപ്പെട്ട ഈ പുതിയ നിയമസഭ ഈ ജനത്തെ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത വിലപ്പെട്ടതായിരിക്കുന്ന ചിന്തകളാണ് പരിശുദ്ധാത്മാവിനാൽ യാക്കോബ് അപ്പോസ്തലൻ നമുക്കായി നൽകി തരുന്നത്. അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ക്രിസ്ത്യാനികൾ
ആ സമയം അവരെ ഭരിക്കേണ്ടതായിരിക്കുന്ന തത്വങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മൾ ചിന്തിച്ചത്. അതിലൊന്നാമതാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 6-ാം വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്ത് നിന്നതുമില്ല. നീതിമാനായിരിക്കുന്ന ക്രിസ്തുവിനെ ഇവർ കുറ്റം വിധിച്ച് കൊന്നു. അവനിൽ കുറ്റമുണ്ടായിരുന്നിട്ടല്ല, എന്നാൽ കുറ്റം വിധിച്ച് യേശുവിനെ ക്രൂശിച്ചു. നമുക്കറിയാം, വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കേണ്ടതിന് കള്ളസാക്ഷികളെ എല്ലാം മുൻനിരയിൽ നിർത്തിക്കൊണ്ട്, പീലാത്തോസിന്റെ മുൻപിൽ പോലും കള്ളസാക്ഷികളെ നിർത്തിക്കൊണ്ടാണ് യേശു ക്രിസ്തുവിനെതിരെ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടത്. അർദ്ധരാത്രിയുടെ സമയം സംഘദ്രീൻ സംഘം കൂടുവാൻ യാതൊരുവിധമായ അനുകൂല സാഹചര്യങ്ങളോ പെർമിഷനോ ഇല്ലാതിരിക്കുന്ന ആ അർദ്ധരാത്രിയുടെ സമയം സംഘദ്രീൻ സംഘം കൂടുകയും യഥാർത്ഥമായ സംഘദ്രീൻ സംഘത്തിൻ്റെ മെമ്പേഴ്സ് അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ കള്ളസാക്ഷികളും കള്ളത്തെളിവുകളും അവർ ഉണ്ടാക്കി നേരം പുലരുമ്പോഴത്തേക്കും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായി നിയമം കൊണ്ടുവരണമെന്നുള്ളതായ അതിയായ താല്പര്യത്തോടെ അവർ പീലാത്തോസിന്റെ അടുക്കിലേക്ക് എത്തിപ്പെടുന്നു. ഇങ്ങനെ യേശുവിനെ കള്ളസാക്ഷികളും കള്ളത്തെളിവുകളും വിചാരണയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുവാനായിട്ടിടയായി തീർന്നു. യേശുവിനെ കള്ളസാക്ഷികൾ മുഖാന്തരമാണ്, കള്ളത്തെളിവുകൾ മുഖാന്തരമാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് ഇടയായി തീർന്നത്. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രാരംഭവാക്യമായിരിക്കുന്ന 6-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത്: നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിന്നതുമില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം യേശു കർത്താവ് ഒരിക്കലും പ്രതികരിപ്പാനായി നിന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എതിർക്കരുത് എന്നുള്ളത്. കർത്താവ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തവനാണ്. ആ ക്രിസ്തുവിൻ്റെ മാതൃകയാണ് മറുത്തു നിന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞെരുക്കം അനുഭവിക്കുമ്പോൾ, നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ എതിർക്കരുത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അന്യായമായി പെരുമാറിയിട്ടും അവൻ എതിർത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ മാതൃകയാണ് ഈ ഒരു സമയത്ത്, ഈ ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത്, അടിച്ചമർത്തപ്പെടുന്ന സമയത്ത് നാം മാതൃകയാക്കേണ്ടത്. ലോകമനുഷ്യൻ്റെ ലോകപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു മാതൃക നമ്മൾ പിന്തുടരുവാനല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ആ മഹത്വകരമായിരിക്കുന്ന മാതൃക പിന്തുടരുവാനാണ് നാം ഏവരും ക്രിസ്തീയ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എതിർക്കാതിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമുക്കായി കാണിച്ചു തന്നിരിക്കുന്ന ചില വേദവാക്യങ്ങൾ നിങ്ങളെ വായിച്ച് ഒന്ന് ബോധിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27, 28, 29, 30 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നു: എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റതും കാണിച്ചു കൊടുക്ക, നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതായ മാതൃകയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ് പറയുന്നു, നിങ്ങൾ എതിർക്കരുത്. ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ എതിർക്കരുതെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യണം, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്നെ ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റതും കാണിച്ചു കൊടുക്കണം, നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ. എത്രയോ മഹാന്മാർ ഈ ലോകത്തിൽ പിറന്നിട്ടുണ്ട്, എത്രയോ തത്വചിന്തകന്മാർ നമുക്ക് മുന്നിൽ ഉണ്ട്. എന്നാൽ ഇവരെല്ലാം പറഞ്ഞതായിരിക്കുന്ന തത്വചിന്തകളും അവരുടെ വാക്കുകളുമൊക്കെയും അവരുടെ പ്രവർത്തികളിൽ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ അരുമനാഥനായിരിക്കുന്ന യേശു കർത്താവ് തൻ്റെ ജീവിതം പ്രവൃത്തിയിൽ കൂടെ നമുക്ക് മാതൃകയാക്കി തന്നവനാണ്.
വെറുതെ ഒരു വാക്ക് പറഞ്ഞു പോകുവാനല്ല ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. മറ്റുള്ളവർക്ക് മുൻപിൽ താൻ ശുശ്രൂഷ ചെയ്ത് കാണിക്കുവാനും തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം ആയിരിക്കേണ്ടത് എന്നുകൂടെ നമ്മെ പഠിപ്പിക്കുവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം നാം മാതൃകയാക്കേണ്ടതായിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു വേദഭാഗമാണ് 12-ാം അധ്യായം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന് 19 മുതൽ 21 വരെയുള്ളതായിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിനെ വിശക്കുന്നു എങ്കിൽ അവന് തിന്നുവാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നാം തിന്മയ്ക്ക് മുന്നിൽ തോറ്റുപോകരുത്. നന്മ ചെയ്തുകൊണ്ട് തിന്മയുടെ മുന്നിൽ ജയിക്കുവാൻ ഇടയായി തീരണം. തിന്മ പ്രവർത്തിക്കുന്നവർ ജഡത്തിൽ ജീവിക്കുന്നവരാണ്, ജഡീകന്മാരും പാപത്തിൽ വസിക്കുന്നവരാണ്. എന്നാൽ നന്മ ചെയ്യുന്നവർ ക്രിസ്തുവിനുള്ളവരാണത്രേ. അതുകൊണ്ട് തന്നെ വചനം പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. അപ്പോൾ എതിർക്കാതിരിക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നതിനും ദൈവത്തിൻ്റെ കോപം ജ്വലിക്കപ്പെടുന്നതിനും തടസ്സമായി മാനുഷികമായിരിക്കുന്ന നമ്മുടെ ചിന്തകൾ, മാനുഷികമായിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അതിനെല്ലാം തടസ്സമായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുക്കണം എന്ന്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ളതായിരിക്കുന്ന വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല കഠിനന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ച് ഉള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് പ്രശംസിക്കാനുണ്ട്? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകിയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. 22-ാം വചനം പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും അവൻ നീതിമാൻ ആയി നിലകൊണ്ടു. 23-ാം വചനത്തിൽ പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. പിതാവിൻ്റെ കരത്തിലേക്ക് തൻ്റെ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് ഒന്നിനോടും എതിർത്ത് പറയാതെ, ഒന്നിനോടും പ്രതികരണ മനോഭാവത്തോടെ നിൽക്കാതെ എല്ലാം പിതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന പിതാവിൻ്റെ കരത്തിലേക്ക് തൻ്റെ ജീവിതത്തെയും തൻ്റെ വിഷയങ്ങളെയും സമർപ്പിച്ചു കൊടുത്തു. 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങൾക്കും ദൈവജനത്തിനും ഒരു മാതൃകയാണ് എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതായിരിക്കുന്ന കാലഘട്ടം മുഴുവനും മനുഷ്യവർഗത്തിന് മുഴുവനും ഒരു മാതൃകയായി തന്നെയാണ് ജീവിച്ചത്. ആദാമി പാപത്തിൽ ജനിച്ചു വളർന്നതായിരിക്കുന്ന മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി യേശു കർത്താവ് നമുക്ക് വേണ്ടി താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് താൻ സ്വയം ഈ ഭൂമിയിൽ ജീവിച്ച് എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞിട്ട് മടങ്ങിപ്പോകുവാനല്ല വന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഒരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കുവാനും തൻ്റെ സ്വഭാവം താൻ മറ്റുള്ളവരുടെ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് മാതൃകയാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടും യേശു കർത്താവ് തൻ്റെ ഇഹലോക ജീവിതം നയിച്ചു. ഒരു വിഷയമാണ് മനുഷ്യ പ്രകൃതിക്കും ജ്ഞാനത്തിനും വിരുദ്ധമാണ് ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളത്. മനുഷ്യ പ്രകൃതിക്കും ജ്ഞാനത്തിനും വിരുദ്ധമാണ് ദൈവഹിതം. 1 മനുഷ്യപ്രകൃതം, 2 മനുഷ്യജ്ഞാനം. ഈ 2 വിഷയവും നമ്മൾ വളരെ അറിവോടെ അറിഞ്ഞിരിക്കേണ്ട, വളരെ സൂക്ഷ്മതയോടെ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് മനുഷ്യപ്രകൃതം? ഒരാളെ ന്യായീകരിക്കാവുന്ന വിഷയത്തിൽ കോപത്തോടെ പ്രതികരിക്കുന്നു. ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരാളെ, ഒരു വ്യക്തിയെ
ന്യായീകരിക്കാവുന്ന വിഷയത്തിൽ അവൻ കോപത്തോടെ പ്രതികരിക്കുന്നു. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന ഭടനെ, തൻ്റെ അടുക്കൽ നിന്നതായിരിക്കുന്ന അപ്പോസ്തലൻ തൻ്റെ കയ്യിലുള്ള വാളെടുത്ത് ഉടനെ വീശി ആ ഭടൻ്റെ കാത് അറുത്തുപോയി. എന്നാൽ യേശു കർത്താവ് നിലത്ത് വീണ കാതെടുത്ത് ആ ഭടൻ്റെ ചികിടത്ത് വെച്ചിട്ട് അവനെ സൗഖ്യമാക്കി, ആ കാതിനെ സൗഖ്യമാക്കിയിട്ട് വാളെടുത്ത് തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നിന്റെ വാളെടുത്ത് ഉറയിലിടുക. അപ്പോൾ എങ്ങനെ പ്രതികരിക്കണം? മനുഷ്യപ്രകൃതമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉടനെ കോപിക്കുന്നതായിരിക്കുന്ന, ഉടനെ പ്രതികരിക്കുന്നതായിരിക്കുന്ന മനുഷ്യന്റെ പ്രകൃതമാണ് ആ ശിഷ്യനെ നമ്മൾ കണ്ടത്. എന്നാൽ യേശു കർത്താവ് ആ ശിഷ്യനെ എന്താണ് പഠിപ്പിച്ചത്? നിന്റെ വാളെടുത്ത് ഉറയിലിടുക. അപ്പോൾ മനുഷ്യപ്രകൃതം ഒരാളെ ന്യായീകരിക്കാവുന്ന, പല വ്യക്തികളും അങ്ങനെയാണ്, ന്യായീകരിക്കപ്പെടാവുന്ന പല വിഷയത്തിൽ കോപത്തോടെ അവർ പ്രതികരിക്കുവാൻ ഇടയായിത്തീരും. വളരെ ലഘുവായിട്ട്, വളരെ സാവധാനത്തോടെ, വളരെ സമാധാനപരമായി ആ വിഷയത്തെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ മറ്റു ചിലരാകട്ടെ മനുഷ്യപ്രകൃതം അവരിലേക്ക് വന്നിട്ട് ജഡത്തിൻ്റെതായിരിക്കുന്ന സ്വഭാവം അവരിൽ വെളിപ്പെട്ടിട്ട് അവർ ഉടനെ ആ വിഷയത്തെ അഭിമുഖീകരിക്കുന്ന വളരെ കോപത്തോടെ അവർ അതിനെ ജ്വലിപ്പിക്കുവാനിടയായിത്തീരും. അപ്പോൾ പ്രതികരണ മനോഭാവമാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ വിഷയമാണ് മനുഷ്യജ്ഞാനം എന്നുള്ളത്. ഒരാളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ആവശ്യപ്പെടുകയാണ്. മനുഷ്യജ്ഞാനം എന്നുള്ളത് നാം ഈ ലോകത്തിൽ നേടിയെടുത്തതായിരിക്കുന്ന അറിവുകൾ, ഈ ലോകത്തിൽ നിന്ന് നേടിയെടുത്ത ജ്ഞാനം, അതിന്മേൽ പലപ്പോഴും പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന് യാതൊരു പ്രാധാന്യമില്ല, ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യമില്ല. നാം നേടിയെടുത്തതായ അറിവുകൾ, ജ്ഞാനം അവിടെ ഉപയോഗിക്കപ്പെടുകയാണ്. ഈ നിലകളിൽ മനുഷ്യജ്ഞാനത്തിന്മേൽ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്ന, സമീപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ആവശ്യപ്പെടുകയാണ്. വളരെ പ്രചോദനം ഉളവാക്കുന്നതായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിരിക്കുന്ന വിഷയത്തിന് വേണ്ടിയിട്ടോ ശബ്ദമുയർത്തുന്നവരെ നമ്മൾ കാണുകയാണ്. അതിനുദാഹരണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സമരമുറകളും പിക്കറ്റിങ്, ഈ നിലകളിലുള്ളതായിരിക്കുന്ന ഇടപെടലാണ്. ഇതെല്ലാം മനുഷ്യ ജ്ഞാനത്തിൻ്റെ പിന്നാലെയാണ്. ഞാൻ ഈ രീതിയിൽ ആ വിഷയത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജ്ഞാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയത്തിൽ കൂടെ ആ വിഷയത്തെ ഞാൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് അതിൽ ശബ്ദമുയർത്തിയാൽ എനിക്ക് നീതി ലഭിക്കുമെന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം അവന് സമരമുറകളിലേക്കും ഈ നിലകളിലുള്ളതായ അവസ്ഥകളിലേക്കും മനുഷ്യനെ നയിക്കുന്നു. എന്നാൽ വചനം പറയുന്നത് മനുഷ്യപ്രകൃതവും മനുഷ്യജ്ഞാനവും ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമാണ്. താഴ്മയോടിരിക്കുവാൻ, പ്രതികരണ മനോഭാവമില്ലാതെ, എതിർക്കാതെ, ഏത് വിഷയത്തെയും ദൈവകരങ്ങളിൽ പ്രതികാരം യഹോവയ്ക്കുള്ളത് എന്ന് ഓർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എതിർക്കാതെ, എതിർക്കുന്ന മനോഭാവം, മറുത്ത മനോഭാവം വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കുകയാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ ചുരുക്കാതിരിക്കുന്നത് രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവമക്കൾ ആമേനെ ചുരുക്കാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് ന്യായം വിധിക്കാൻ വരുന്നു എന്ന അവബോധം, പലപ്പോഴും കർത്താവ് എനിക്ക് വേണ്ടി ന്യായം വിധിക്കുവാൻ വരും എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുക്കാതിരിക്കുന്നതിന് കാരണമാകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടി കർത്താവ് ന്യായം വിധിക്കും, ന്യായകർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു ഉറപ്പായിരിക്കുന്ന ബോധ്യമാണ് പലപ്പോഴും പല വിഷയങ്ങളിൽ നമ്മൾ ചെറുക്കാതിരിക്കുന്നത്. മനുഷ്യജ്ഞാനം അവിടെ പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, ബുദ്ധിമണ്ഡലങ്ങൾ പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, സാമർഥ്യവും കഴിവും ഇല്ലാതിരുന്നിട്ടല്ല, മറിച്ച് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പായ നിശ്ചയം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വചനങ്ങൾ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ പെറുപെറുക്കരുത്, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അപ്പൊ ന്യായാധിപതിയായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതായ ഉറപ്പായിരിക്കുന്ന ഒരു ബോധ്യമാണ് പലപ്പോഴും നമ്മളെ ചെറുക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നത്. കർത്താവിന്റെ വരവ്, ന്യായവിധി, മരണം, രണ്ടാം വരവ്, ഇവയൊക്കെയും നമ്മളെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും എതിർക്കാതിരിക്കുന്നതിന് നമ്മെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്.
അവൻ നമുക്ക് പ്രതികാരം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 7-8 വചനങ്ങൾ. സ്വയം ചെറുത്തു നിൽക്കാതിരിക്കുക, കർത്താവ് അത് നമുക്ക് ക്രമീകരിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, ഈ ആധുനിക വിശ്വാസ ജീവിതത്തിൽ, ആധുനിക കാലഘട്ടങ്ങളിലെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് നമ്മെ പഠിപ്പിച്ചതായിരിക്കുന്ന, മാതൃയാക്കേണ്ടതായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ ആ സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ എതിർക്കരുത്, നിങ്ങൾ മറുത്ത് സംസാരിക്കരുത്, അതെല്ലാം ദൈവത്തിന് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവായ യേശുക്രിസ്തു തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും ഈ ആധുനിക കാലഘട്ടത്തിൽ നല്ലൊരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായി തീരാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മിൽ പ്രത്യാശയുളവാകട്ടെ. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ ഇല്ലാത്തത് കൊണ്ടത്രേ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എത്രയും വേഗം വരുമെന്നും അന്ത്യന്യായവിധിയെങ്കിൽ ദുഷ്ടന്മാരെല്ലാം ആ ന്യായവിസ്താരത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളതായ വിശ്വാസവും ഉറപ്പും നമ്മിലില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഈ ഭൂമിയിൽ പല വിഷയങ്ങളെയും നമ്മൾ എതിർക്കുന്നു. പലതിനെതിരെ നമ്മൾ പോരാട്ടമുറകൾ കൊണ്ടുവരുന്നു. പലതിനെയും മുൻപിൽ നമ്മൾ മനുഷ്യജ്ഞാനം കൊണ്ടുവരുന്നു. മാനുഷികമായിരിക്കുന്ന പ്രവർത്തികൾ അതിന്മേൽ നമ്മൾ പുറത്തെടുക്കുന്നു. എന്നാൽ പത്രോസിനോട് പറഞ്ഞതുപോലെ, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ. അതുകൊണ്ട് നിന്റെ ജ്ഞാനവും നിന്റെ ബുദ്ധിയുമെല്ലാം നല്ലത് തന്നെ, പക്ഷേ ദൈവഹിതത്തിന് ദൈവമക്കൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. ദൈവഹിതം നമ്മിൽ നിറവേറട്ടെ. ഈ ആധുനിക കാലഘട്ടത്തിൽ സമരമുറകളും പിക്കറ്റിങ്ങും ആ അടിച്ചമർത്തലുമെല്ലാം നടക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി, ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായി ജ്യോതിസുകളെ പോലെ ലോകത്തിൽ പ്രകാശിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ വചന പരമ്പര അവസാനിക്കുന്നില്ല. തുടർന്ന് വരുന്ന ആഴ്ചയിൽ നമുക്ക് വീണ്ടും ശ്രമിക്കാം. അടുത്ത വിഷയത്തിലേക്കുമായി നമുക്ക് അടുത്തു വരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.